കഴിഞ്ഞ വീഡിയോയില് നയന ഗർഭിണിയാവുന്നതായിട്ടും അവളൊരു ആൺകുട്ടിയെ പ്രസവിക്കുന്നതായിട്ടൊക്കെ ദേവേനെ സ്വപ്നം കണ്ടതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ബാലൻസ് ആണ് ഈ ഒരു വീഡിയോ. അപ്പൊ അത് കാണാത്തവര് ഒന്ന് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണണമെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അത് ഫുൾ സ്റ്റോറി മനസ്സിലാവും കേട്ടോ. അപ്കമിങ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ദേവയാനി മനസ്സിൽ ഉറപ്പിക്കുകയാണ്, ഇല്ല ഒരിക്കലും അവൾ ഗർഭിണിയാവാൻ പാടില്ല. എന്റെ മകനെ അവൾ വശീകരിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോഴും അവൻ അവളോട് സ്നേഹമുണ്ട്, പക്ഷെ എന്നോടുള്ള സ്നേഹക്കൂടുതലുണ്ട് അവനത് മറച്ചു പിടിക്കുകയാണ്. ഇനി ഒരിക്കലും അതിന് അനുവദിച്ചുകൂടാ എന്നൊക്കെ ദേവയാനി മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ ദേവയാനി പോയിട്ട് ജലജയോട് താൻ കണ്ട സ്വപ്നത്തെ പറ്റിയും ഒക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും ജലജ മനസ്സിൽ ഓർക്കുകയാണ്, അങ്ങനെ സ്വപ്നത്തില് മരുമകളെ അങ്ങ് വാനോളം കൊണ്ടു നടക്കാണല്ലേ, ഒരു കുഞ്ഞുണ്ടായാല് പിന്നെ ഈ വീടിന്റെ സർവാധികാരവും നിങ്ങളുടെ കയ്യിലായിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ജലജ മനസ്സിൽ കരുതുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നവ്യ ഗർഭിണി തന്നെയാണ് കേട്ടോ. അപ്പം ജലജ ഓർക്കാണ്, എന്തായാലും അവളെ കൊണ്ട് ഞാൻ പ്രസവിപ്പിക്കില്ല, അവളെയും അവളുടെ അനിയത്തി വീട്ടിൽ ഞാൻ അടിച്ചിറക്കും, കണ്ടോണം എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട്. മനസ്സിലാട്ടോ പറയുന്നത്. അങ്ങനെ ജലജ ദേവ്യാനോട് പറയാണ്, ദേവ്യാനി ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല, ആ കുഞ്ഞി ലോകത്ത് ജനിച്ചാൽ പിന്നെ ആദർശിൽ നിന്നും അവളെ അടർത്തി മാറ്റാൻ ഒരിക്കലും ആർക്കും സാധിക്കില്ല. ഇപ്പോൾ തന്നെയാണെങ്കിലോ മുത്തശ്ശനും മുത്തശ്ശിയും നയനാന്ന് പറഞ്ഞ ജീവൻ കളന്ന അവസ്ഥയിൽ കിടക്കാണ്. ഒരേ സമയത്ത് ഒരു കുഞ്ഞും കൊണ്ടുണ്ടായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നയനെ ഈ വീട്ടിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ അബിയോടും പറഞ്ഞിരിക്കുന്നത്, അബിയോട് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെങ്കിൽ എന്ത് സംഭവം എന്നാ പറയാനാ, അവളിതാ ഇപ്പൊ ഗർഭിണിയായി, ഇപ്പൊ എനിക്ക് ഒന്നും വയ്യാത്തൊരു അവസ്ഥയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം, അങ്ങനെ എങ്ങാനും ഉണ്ടായില്ലെന്ന് ജലജ പറയാണ്. അപ്പോഴേക്കും ദേവേനി പറയാണ്, അതെ ഞാനും മനസ്സിൽ കണ്ടിട്ടുണ്ട്, അങ്ങനെ എടുത്തിട്ട് വയറ്റില് എന്റെ മോന്റെ കുഞ്ഞ് വളരണ്ട, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാല് ഞാൻ അതിനെ കൊന്നുകളയും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജ മനസ്സിൽ പറയാണ്, ഇത് തന്നെയാണ് എനിക്കും വേണ്ടത്, നീ എന്തെങ്കിലും അവൾക്കെതിരെ ചെയ്യണം, അങ്ങനെ മുത്തശ്ശിയുടെ മുമ്പില് നിന്നെ ഞാൻ എല്ലാവരുടെ മുമ്പില് ഒരു മോശക്കാരി ആക്കിയിരിക്കും എന്നൊക്കെ ജലജ ഇങ്ങനെ മനസ്സിൽ പറയാൻ കേട്ടോ. അപ്പൊ ദേവേനി പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്തു നിന്ന് നയന കേൾക്കാണ്. അങ്ങനെ കേൾക്കുന്ന നയന ശരിക്കും ഞെട്ടി വിറച്ചു പോന്നിട്ടോ. ഇത് നയനെ ഭിത്തിയിൽ ചാടിട്ട് ആലോചിക്കാണ്, ഈശ്വര ഈ അമ്മ ഇത്രയ്ക്കും ക്രൂരയായിരുന്നു. ഞാൻ കരുതിയത് ആദർശമായിട്ടുള്ള സ്നേഹവും എന്നുള്ള വെറുപ്പും കാരണമാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഈ അമ്മയുടെ മനസ്സിൽ നിറയെ ഇത്രയ്ക്കും ക്രൂരമായ ചിന്താഗതിയാണോ എന്നൊക്കെ ഇങ്ങനെ നയന മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ നയന അവളുടെ മുറിയിലേക്ക് പോയിരുന്നിട്ട് ഇത് ഓർത്തിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് വരികയാണ്. എന്നിട്ട് ചോദിക്കാണ്, എന്താ നയന എന്ത് പറ്റി, നീ എന്തിനാ കരുതെന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല ആദർശിട്ടാന്ന് പറയാണ്. അല്ല എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നീ ഇങ്ങനെ തകർന്ന് കരയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും നയന പറയാണ്, ഞാനിപ്പോ ഗർഭിണിയായെന്ന് വിചാരിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അമ്മയുടെ പ്രതികരണം? അപ്പം ആദർശ് പറയാണ്, ഇപ്പോൾ എന്തായാലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ എന്റെ അമ്മ സന്തോഷത്തിൽ തുള്ളിച്ചാടുമെന്ന് പറയാണ്. അപ്പോഴേക്കും നയന പറയാണ്, എങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഞാൻ ഗർഭിണിയാണെന്ന് ഒരു സംശയം ഉണ്ടെന്ന് നിങ്ങളുടെ അമ്മയോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, അമ്മയുടെ അഭിപ്രായം എന്തായിരിക്കും നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പൊ ആദർശ് പറയാണ്, അങ്ങനെ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ട് എന്ന് നയന ചുമ്മാ കള്ളത്തരം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് പറയാണ്, എങ്കിൽ ഞാനൊന്ന് ചോദിച്ചു നോക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹാളിൽ ഇങ്ങനെ ദേവേന ഇരിക്കായിരിക്കും. ഈ സമയത്ത് ആദർശ് അങ്ങോട്ടേക്ക് വന്നിട്ട് ദേവേനോട് പറയുന്നുണ്ടോ, എല്ലാവരും മുമ്പിൽ വെച്ചാണ് പറയുന്നത്, അമ്മേ നയനക്ക് അവൾക്ക് വിശേഷം ഉണ്ടെന്നൊരു സംശയമുണ്ട് എന്ന് പറയുമ്പോഴേക്കും ദേവയാനി അങ്ങ് ഷോക്കായി പോവാണ്. അവളുടെ കയ്യിൽ നിന്ന് പത്രം വരെ താഴെ പോകുന്നുണ്ട്. എന്താ അമ്മേ ഇങ്ങനെ ഷോക്കാവാന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല എന്നിങ്ങനെ ദേവയാനി പറയുന്നു. എന്നിട്ട് ദേവൻ മനസ്സിൽ കരുതാണ്, ഈശ്വര ഞാൻ രാവിലെ കണ്ട സ്വപ്നങ്ങൾ മുഴുവനും ഫലിക്കുകയാണല്ലോ, അവള് ഗർഭിണിയായോ എന്നൊക്കെ ഇങ്ങനെ അവള് മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി ജലജ നോക്കുമ്പം ജലജ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ്, ഇങ്ങനെ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്നുള്ള കാര്യത്തില്. അപ്പോഴേക്കും ജാനകി എന്നിട്ട് പറയാണ്, ആഹാ എന്റെ നാവ് പൊന്നായല്ലോടാ, ഞാൻ രാവിലെ ഏട്ടത്തിട്ട് മുമ്പ് അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, ഏട്ടത്തേക്ക് ഒരു കുഞ്ഞാവ ആദർശനും നയനമോക്കും ഒരു കുഞ്ഞാവ ഉണ്ടാൻ പോവാന്ന്, അതപ്പൊ തന്നെ ഫലിച്ചത് കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയണ, അങ്ങനെ മനസ്സിൽ നന്മയുള്ളവര് നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ഈശ്വരൻ അത് ഉടനെ നടത്തി കൊടുക്കുമെന്ന് ജാനകിയോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവന് പെട്ടെന്ന് ചാടി എഴുന്നേക്കാണ്. എന്താമേ കാര്യം എന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അല്ല പെട്ടെന്ന് അമ്മയ്ക്ക് എന്തു പറ്റി, ഒരു സന്തോഷം ഇല്ലാതെന്ന് ചോദിക്കുമ്പം ഞാൻ സന്തോഷിക്കണോടാ, ഞാൻ പറഞ്ഞില്ലുണ്ട് ഇവളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ലെന്ന്, എന്നിട്ടിപ്പോ അവള് ഗർഭിണിയാണെന്ന് പോലും എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് നീ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശിയും കൂടെ ദേവയാനി എന്ന് പറഞ്ഞ ഒറ്റ അലർച്ചയാണ് കേട്ടോ. അപ്പോഴേക്കും ദേവയാനി ഇങ്ങനെ ഒന്ന് മിണ്ടാതെ നിൽക്കുകയാണ്.
അമ്മ എന്താ അമ്മ പറഞ്ഞത്? നയനയുടെ വയറ്റില് എന്റെ കുഞ്ഞുണ്ടായതിനെ അബോർട്ട് ചെയ്യണമെന്ന് അമ്മയ്ക്ക് എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവേനി പറയാണ്, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും അറിയണ്ട, എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട, എനിക്ക് നിന്റെ ജീവിതത്തിൽ തന്നെ അവൾ എനിക്ക് പറിച്ചു കളയണം, അതിനുശേഷം ഞാൻ കണ്ടുപിടിക്കാം നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ, അത് മതി ഈ വീട്ടില് എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് നീ എന്നിട്ട് പറയാണ്, ദേവയാനി, മരുമകളുടെ മുഖത്ത് എന്റെ കൈ പതിയിരുന്നോർത്ത് മാത്രമാണ് നിന്റെ ഈ അഹങ്കാരത്തിന് ഞാൻ മറുപടി തരാത്തത് എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ജയം വന്നിട്ട് പറയാണ്, അച്ഛന് ചെയ്യാൻ പറ്റില്ല എന്താച്ചാ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് അച്ഛ മാറി നിൽക്കുക, ഞാൻ ചോദിച്ചോളാം എന്ന് പറയാണ്. അപ്പോഴേക്കും ജയം വന്നിട്ട് വേണ്ട, ഈ കാര്യം നീ എനിക്ക് വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ചോദിക്കാണ്, അല്ല അന്ന് ആദർശമാണ് നീ ഗർഭിണിയായല്ലോ, നീ എന്തുമാത്രം സന്തോഷത്തോടെയാണ് ആ കുഞ്ഞിനെ വയറ്റിൽ കൊണ്ടാടുന്നത് അല്ലെ, ഞാനിന്ന് ഇന്നും ഓർക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മ വന്നിട്ട് ഇതിനെ അബോർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താകുമെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവേനെ ഞെട്ടലോട് കൂടിയിട്ട് ജയനെ നോക്കുന്നുണ്ട്. നിന്റെ മനസ്സ് ഇത്രമാത്രം ക്രൂരമാണെന്നും കാട് കയറി കിടക്കുവാണെന്നും ഞാൻ അറിഞ്ഞില്ല ദേവയാനി, മതി, ഇനി ഞാനും നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നിനക്ക് ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് ജയൻ അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും ജയേട്ട എന്ന് ദേവേനെ വിളിക്കാണ്. അപ്പോഴേക്കും മുത്തശ്ശനും പറയാണ്, നിന്റെ മനസ്സ് ഇത്രമാത്രം ക്രൂരമാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ഇനി എങ്ങാണം നയനമോക്ക് സംശയമുണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ, അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാല് നീ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നയനമോളെയും കൊല്ലുമെന്ന് ഞാൻ ഉറപ്പാ. അതുകൊണ്ട് ജയൻ പറഞ്ഞതിന് ഞങ്ങളുടെ തീരുമാനം, നീ വീട്ടിൽ നിൽക്കണ്ട, നിന്നാല് അവക്കും കുഞ്ഞിനും ബാക്കിത് അതുപോലെ തന്നെ നവ്യ ഗർഭിണിയാണ്, അവക്കും അവിടെ കുഞ്ഞിനും കൂടി അത് ദോഷം ചെയ്യും, നിനക്ക് ഇവിടുന്ന് പോകാമെന്നും പറഞ്ഞിട്ട് അവരും അവിടെ നിന്ന് ഇറങ്ങി നേരെ കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എല്ലാം തകർന്ന അവസ്ഥയിൽ ഇങ്ങനെ ദേവയാനി നിൽക്കുകയാണ്. ആദർശം കൂടെ വന്നിട്ട് പറയാണ്, നയന എന്നോടൊന്ന് പറഞ്ഞു, എനിക്ക് ഗർഭിണിയാണെന്ന് സംശയമുണ്ട്, അത് അമ്മയോടൊന്ന് പോയി പറയാന്. അപ്പൊ അമ്മയുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അവളോട് അമ്മ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുമെന്ന്. പക്ഷെ ഇങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ളതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഇത്രയ്ക്കും ചീപ്പായിട്ടാണോ അമ്മ മനസ്സിലാക്കിയതെന്ന് ചോദിച്ചിട്ട് ആദർശം കയറി പോവാണ്. ഒറ്റ നിമിഷം കൊണ്ട് ആ വീടുള്ള തന്നെ സ്ഥാനവും എല്ലാം തെറിച്ചു പോകുന്നുണ്ട്. ദേവയാനി ആകെപ്പാടെ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. ജാനകിയും ബാക്കി ആരും തന്നെ ഒന്നും പറയാതെ എല്ലാരും അകത്തേക്ക് കയറി പോന്നു. അപ്പോഴേക്കും ജലജ എന്നിട്ട് പറയാണ്, കണ്ടില്ലേ ഏട്ടത്തി, ഇവിടെ ആർക്കാ സ്ഥാനം കൊള്ളുന്ന കണ്ടില്ലേ, എല്ലാരും ചേച്ചിയോടെ ഇറങ്ങി പോവാൻ പറയുക, അത്രയ്ക്ക് സ്ഥാനമുള്ളൂ ചേച്ചിക്ക് ഇവിടെ, അതിലും സ്ഥാനമാണ് വന്ന് കയറിയ ആ നയന എന്ന് പറയുന്നവൾക്ക്, അതാ ഞാൻ പറഞ്ഞത് നമുക്കൊന്നും ഇവിടെ യാതൊരു സ്ഥാനവും ഇല്ല എന്നും പറഞ്ഞിട്ട് അവളൊന്ന് പിരികേറ്റിട്ട് അവളെ കയറി പോന്നു കേട്ടോ. അപ്പോഴേക്കും ദേവേനെ അവിടെ ഇരുന്നിട്ട് ആലോചിക്കുകയാണ്, എന്നോട് ഇറങ്ങിപ്പോവാൻ എല്ലാരും പറഞ്ഞു, ഇനി ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഞാൻ പോവാ എന്നിങ്ങനെ മനസ്സിൽ കരുതാണ്. അപ്പോഴേക്കും അന്ന് നയന പറഞ്ഞ കാര്യമൊക്കെ ദേവേനിക്ക് ഓർമ്മ വരുന്നത്. അമ്മ പോയാൽ അമ്മയ്ക്ക് മാത്രമുള്ള നഷ്ടം, ആ അമ്മയുടെ സ്ഥാനവും കൂടി ഞാൻ കൈക്കലാക്കും, ഈ വീടിന്റെ താക്കോലും ആദർശേട്ടനെ എല്ലാം ഞാൻ ഈ എല്ലാ അവകാശങ്ങളും ഞാൻ നേരിടുക്കുമെന്ന് പറയുമ്പോ ദേവേനി മനസ്സിലോർക്കാണ്, ഇല്ല ഞാൻ ഒരിക്കലും ഇവിടുന്ന് പോകാൻ പാടില്ല, അങ്ങനെയാണ് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു കയറേണ്ടി വന്നാല് നയനയായിരിക്കും ഈ വീട് ഭരിക്കുക, അതെനിക്ക് കാണാൻ പോലും പറ്റില്ല എന്നിങ്ങനെ ദേവിനെ പറഞ്ഞിട്ട് ദേവിനെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും എല്ലാവരും ഹാളിലേക്ക് ഇറങ്ങി വരുമ്പം ജയൻ ചോദിക്കുകയാണ്, അല്ല നീ ഇതുവരെ പോയില്ലേന്ന് ചോദിക്കുമ്പോഴേക്കും ദേവിനെ പറയാണ്, ഏട്ടാ സത്യമായിട്ടും ഞാൻ അങ്ങനെ മനസ്സിലൊന്നും കരുതിയില്ല, പക്ഷെങ്കില് പെട്ടെന്നുണ്ടായ ദേഷ്യത്തില് ഞാൻ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാ. അങ്ങനെ നയനയുടെ കയ്യിൽ പിടിച്ചിട്ട് ദേവേനി പറയാണ്, മോളെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായില്ല, ഏറ്റവും സന്തോഷിക്കുന്ന ഞാനായിരിക്കും, പക്ഷെ പെട്ടെന്നുള്ള ഒരു മാനസികാവസ്ഥയില് ഞാൻ രാവിലെ തൊട്ട് തന്നെ വല്ല ഡിപ്രഷനിലായിരുന്നു, അതുകൊണ്ട് തന്നെ മോൾ അങ്ങനെ പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല, അതുകൊണ്ടാ, അല്ലാതെ മോള് ഗർഭിണിയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ മോളെ പൊന്നുപോലെ നോക്കിയില്ലേ എന്ന് ദേവേനി ഇങ്ങനെ പതിയെ പ്ലേറ്റ് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മാതൃഷ്ണ എന്നോട് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ എന്റെ അമ്മമ്മയ്ക്ക് അങ്ങനൊന്നും മനസ്സിലില്ലാന്ന്, അമ്മ അപ്പൊ എന്തോ ഒരു ഇതിന് പറഞ്ഞു പോയതാ, എന്റെ അമ്മ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ, എന്റെ അമ്മയുടെ മനസ്സ് അത്രമാത്രം പാവമാണ് എന്നിങ്ങനെ ആദർശ് പറയാണ്. അപ്പോഴേക്കും ദേവേനി മനസ്സിനുള്ളിൽ പറയാണ്, ഞാൻ കാണിച്ചു തരടാ എന്താണ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം, എല്ലാവരുടെ മുമ്പിൽ എനിക്കൊരു സ്ഥാനമില്ല നീ ആക്കിയില്ലടി, നീ ഇവിടെ അനുഭവിക്കാൻ പോവാ എന്നിങ്ങനെ ദേവേനി മനസ്സിൽ പറഞ്ഞു കേട്ടോ. ശരിക്കും നയന ആ സമയത്ത് ഗർഭിണിയൊന്നും അല്ല, നയന ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് പറഞ്ഞു നോക്കിയതാണ് കേട്ടോ.